ഒരുങ്ങി ഇറങ്ങാൻ ഏറ്റവും കൂടുതൽ നേരെ എടുത്തേക്കുന്നത് തേജുവാണ് കേട്ടോ. കാരണം തേജുവിന്റെ മുടി വെട്ടാത്തോണ്ട് വളർന്നിട്ടുണ്ട് നല്ലോണം. അതുകൊണ്ട് തന്നെ അത് ചീകി ഒതുക്കാൻ തേജു കുറെ കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. ഞാൻ എത്ര ചീകി ഒതുക്കിയാലും അവൻ അത് അങ്ങോട്ട് ഇഷ്ടമാണില്ല. ലാസ്റ്റ് ബിൻചേട്ടൻ ഓരോ ഡയലോഗ് പറഞ്ഞിട്ടൊക്കെയാണ് ഞങ്ങൾ അതിനെ പുറത്തേക്ക് ഇറക്കാൻ നോക്കണത്. അങ്ങനെയെങ്കിലും ഞങ്ങളൊന്ന് വേഗം പുറപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ടാ തോന്നണേ. തേജുവിന്റെ ഈ ഒരു നിപ്പിനെ വിൻഷേട്ടൻ വിളിച്ച പേരിൽ തെറ്റില്ലാന്ന് തോന്നുന്നു. നിങ്ങൾക്ക് മനസ്സിലായോണോ? അവ ചോട്ടുബായി എന്നാണ് കേട്ടോ നമ്മുടെ തേജുവിനെ വിൻഷേട്ടപ്പ വിളിച്ചത്. ശരിക്കും പറയാൻ കുട്ടികളുടെ പോലുണ്ട്. ഇതൊന്നും നടപ്പിലാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെ തേജു ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളിന്ന് പോകുന്നത് പട്ടാമ്പിക്കാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞോളൂ 28-ാം തീയതി ചേട്ടൻ്റെ മാരേജ് ആണ്. അപ്പൊ നമ്മൾ ഡ്രസ് കോഡ് സെറ്റ് ചെയ്യുന്നുണ്ട് ഞങ്ങള്. അപ്പൊ അതിന് തേജുവിനും വിൻഷേട്ടനും ഇതുവരെ കളർ സെറ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല. അപ്പൊ നമ്മൾ കല്യാണിലേക്ക് ആട്ടോ ഫസ്റ്റ് വന്നത്. അങ്ങനെ ഇവിടെ എത്തിയിട്ട് ഞാൻ ഫുൾ പോസ്റ്റ് ആയിരുന്നു കേട്ടോ. കാരണം എനിക്ക് എടുക്കുന്നില്ലല്ലോ. അപ്പൊ വിൻഷേട്ടന്റെ ഷർട്ടും തേജുവിനും അതെ കേട്ടോ സെയിം കളറിൽ നമ്മളിങ്ങനെ തപ്പി നടക്കുകയാണ്. ഇവിടുന്ന് നമുക്ക് കിട്ടിയില്ല സത്യം പറഞ്ഞാൽ. വിൻഷേട്ടന് ഒരു കളർ ഷർട്ട് മാത്രം നമുക്ക് സെറ്റ് ആയിട്ടോ. അപ്പോൾ അത് ഏകദേശം ഇട്ടോക്കി റെഡി ആയിട്ടുണ്ട്. അപ്പൊ തേജുവിന് എടുക്കാത്തതുകൊണ്ട് ഭയങ്കര വിഷമായിരുന്നു. പിന്നെ ഇവിടെ ഓഫർ നടക്കണോണ്ട് നമ്മൾ അവന് 3 ടീഷർട്ട് എടുത്തു കേട്ടോ. അതായത് ഡെയിലി യൂസിനല്ല, ഇതുപോലെ പുറത്തേക്ക് തന്നെ പോകുമ്പോൾ ഇടാൻ പറ്റി കുറച്ച് നല്ല ടീഷർട്ട് ഒരു 3-4 എണ്ണൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അവന് ഇഷ്ടമായി, അവന്റെ ഇഷ്ടത്തിനാട്ടോ, അവന് ഇഷ്ടമായ കളറും അങ്ങനെ ഒരു രീതിയിലായിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവന്റെ പണി എന്തായിരുന്നു എന്ന് വെച്ചാൽ ഹാങ്കർമ തൂക്കിയിട്ട് ഈ തുണികളൊക്കെ ഇല്ലൊക്കെ ഒന്ന് പൊക്കി നോക്കുന്നുണ്ട്. എന്തിനാ വെച്ചാൽ എനിക്ക് അറിയില്ല കേട്ടാ. പിന്നെ അതെല്ലാം വാങ്ങി നമ്മളിതേ പോവാണ്. പോണ വഴിക്ക് നമ്മൾ 1-2 കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ തേജുവിന് നോക്കിയിട്ട് തന്നെ. പക്ഷെ നമുക്ക് കളർ സെറ്റ് ആയില്ല. പിന്നെ നേരം കുറച്ച് വൈകിയോണ്ട് തന്നെ ഷോപ്പുകളൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പൊ നമ്മൾ പോകുന്ന വഴിക്ക് നാളേക്കുള്ള മീൻ വാങ്ങിയിട്ടോ കുറച്ച് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മാട്ടായി എത്തിയപ്പോഴത്തേ നമ്മുടെ ഫുഡ് മാഫിയയിൽ കയറിയിട്ട് അവിടെ നിന്ന് ഷവർമ കഴിക്കാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ 2 പ്ലേറ്റ് ഷവർമ പറഞ്ഞു. ഒരെണ്ണം തേജു കഴിച്ചു. പിന്നെ ഞാനും മിൻചേട്ടനും കൂടി 50 അടിച്ചു. പിന്നെ ഇവിടുത്തെ ഞങ്ങളുടെ ഫേവറേറ്റ് എന്ന് പറഞ്ഞ ഷവർമയോ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. നമ്മുടെ ബീഫിന്റെ വാരിയലാണ്. ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സംഭവം. അപ്പൊ അത് നമ്മളെപ്പോഴും ഇവിടെ വന്ന ഒരു പ്ലേറ്റ് എന്തായാലും പറയൂട്ടാ. അങ്ങനെ അത് ഇതേ എടുത്തു. പിന്നെ എന്തോ പൈനാപ്പിൾ ജ്യൂസും കൂടി ആട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാനും മിൻഷാട്ടിനും കൂടിയിട്ട് ഇതും 50 അടിച്ചു കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു സംഭവം ഇവിടെ നിന്ന് തന്നെയാണ് കഴിക്കണത്. അതുകൊണ്ട് ഞാൻ എപ്പോൾ ഇവിടെ വന്നാലും ഇത് ഞാൻ ഓർഡർ ചെയ്യാറുണ്ട് കേട്ടോ. ലാസ്റ്റ് ഡേ ഈ ഒരു കമ്പല്ല ഇതെന്തില്ല ആ സംഭവം മാത്രമായിട്ടുണ്ട്. തേജു ആണെങ്കിൽ ഇത് കണ്ടിട്ട് ആനക്കൊമ്പാണോ അമ്മയെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഊതി എന്തൊക്കെയോ കാട്ടുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിൽ നല്ല ഗ്രേവി ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ തുടച്ച് പറ്റിച്ച് കഴിക്കുകയാണ്. പിന്നെ നമ്മളെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ വീട്ടിലേക്ക്. അപ്പം ഞങ്ങൾ വണ്ടിയുമ്മ കയറാൻ നോക്കുകയാണ്. പിന്നെ കുറച്ച് മഞ്ഞ് പോലെ ഭയങ്കര തണവുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തേജുവിന് നമ്മൾ തൊപ്പി എടുക്കാത്തതുകൊണ്ട് വിൻഷേട്ടൻ ടവലൊക്കെ കെട്ടി അഡ്ജസ്റ്റ് ചെയ്തിട്ട് വണ്ടിയും വരുത്തിയിട്ട് നമ്മളിതേ വീട്ടിലേക്ക് പോകട്ടെ ചെയ്തത്. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.